GST നിരക്കുകൾ പരിഷ്കരിക്കുന്നതിന് പുറമെ നികുതി ഘടനയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ചട്ടങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ GSTയിലേക്ക് കൂടുതൽ സംരംഭകരെ ആകർഷിക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ 1.15 കോടി സംരംഭങ്ങളാണ് GSTയിലുള്ളത്. ഇത് വൈകാതെ 2 കോടിയാക്കി ഉയർത്താനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇതിനായി വിവിധങ്ങളായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. GST രജിസ്ട്രേഷൻ നടപടികൾ ലളിതമാക്കുന്നതാണ് ഈ പരിഷ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന്. നിലവിൽ 6 ദിവസം വരെ എടുക്കുന്ന രജിസ്ട്രേഷൻ പ്രക്രിയ ഇനി മുതൽ റിസ്ക് കുറവാണെന്ന് ബോധ്യപ്പെടുന്ന 95% സംരംഭങ്ങൾക്കും വെറും 3 ദിവസത്തിനകം പൂർത്തിയാക്കി നൽകും. ഇത് പുതിയ സംരംഭങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ ബിസിനസ് തുടങ്ങാനും സഹായിക്കും. GST റീഫണ്ട് ലഭിക്കുന്നതിലെ കാലതാമസം സംരംഭകർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇത് അവരുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കാറുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ റീഫണ്ടിന്റെ ഭൂരിഭാഗവും അപേക്ഷ ലഭിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ തിരികെ നൽകാനുള്ള പദ്ധതി നടപ്പാക്കും. ഇത് ബിസിനസ്സുകളുടെ പണലഭ്യത ഉറപ്പാക്കാനും സഹായിക്കും. GST ഘടനയിലെ ഇന്റർവെറ്റഡ് ഡ്യൂട്ടി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളും ഉണ്ടാകും. ഉൽപ്പന്നം വിൽക്കുമ്പോൾ ലഭിക്കുന്ന നികുതിയേക്കാൾ കൂടുതൽ നികുതി അസംസ്കൃത വസ്തുക്കൾ വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് ഇൻവെർട്ടഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിലവിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ബാക്കി തുക റീഫണ്ടായി സംരംഭകർക്ക് നൽകുകയാണ് പതിവ്. എന്നാൽ ഇതിലുണ്ടാകുന്ന കാലതാമസം കാരണം പല സംരംഭങ്ങളുടെയും പണലഭ്യതയെ ഇത് ബാധിക്കാറുണ്ട്. ഓട്ടോമേറ്റഡ് റീഫണ്ട് സംവിധാനവും ഇന്റർവെറ്റഡ് ഡ്യൂട്ടി പ്രശ്ന പരിഹാരവും വരുന്നതോടെ ഈ പ്രതിസന്ധി ഒഴിവാക്കാനും സാധിക്കും. ഇൻവെർട്ടഡ് ഡ്യൂട്ടി പ്രശ്നം നിലനിൽക്കുന്നത് കാരണം അസംസ്കൃത വസ്തുക്കൾ വാങ്ങി ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് പകരം ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്ന രീതിയാണ് പലരും പിന്തുടരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതോടെ തുണിത്തരങ്ങൾ, വളം, നിർമ്മാണ മേഖല എന്നിങ്ങനെ പല വ്യവസായങ്ങൾക്കും ഗുണകരമാകും. കൂടാതെ ആഭ്യന്തര മൂല്യവർദ്ധനവ് വർദ്ധിക്കുമെന്നും കേന്ദ്രം വിലയിരുത്തുന്നു. റീടേണിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ കാരണം സംരംഭകർക്ക് നോട്ടീസ് ലഭിക്കുന്ന അവസ്ഥയുണ്ട്. ഇതൊഴിവാക്കാൻ പല വിവരങ്ങളും ഓട്ടോമാറ്റിക്കായി പൂരിപ്പിക്കേണ്ട ഫോമുകളും ലഭ്യമാകും. നിലവിൽ ഒരേ സമയം വിവിധ രീതിയിൽ, ഉദാഹരണത്തിന് ലൂസ് അല്ലെങ്കിൽ പാക്കഡായി വിൽക്കുമ്പോൾ വ്യത്യസ്ത നികുതി നിരക്കുകളാണ് ബാധകമാകുന്നത്. ഇത് സംരംഭകർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇവയ്ക്ക് കുറഞ്ഞ ഏകീകൃത നികുതി നടപ്പാക്കും. അടിക്കടി നികുതി നിരക്ക് മാറ്റുന്ന രീതി ബിസിനസ്സുകളുടെ പ്രവർത്തനങ്ങളെയും ദീർഘകാല ആസൂത്രണങ്ങളെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ ദീർഘകാലത്തേക്ക് സ്ഥിരത നൽകുന്ന തരത്തിലായിരിക്കും ഇനി പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുക.